അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന വെണ്ടക്കപ്പുളിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നമ്മുടെ വിഭവം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാവേ. ഗൈസ്, നമ്മുടെ വെണ്ടക്കപ്പുളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാവേ. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെണ്ടക്കപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കയാണ്. നമ്മളൊരു 100 ഗ്രാം വെണ്ടക്ക എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 2 തക്കാളി എടുത്തതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഒരു 4 ചെറിയ പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം, വെള്ളം വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു ഉള്ളി എടുത്തിട്ട് ഈ കാണുന്ന പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം, പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ നമുക്ക് കുറച്ച് കടുക് വേണം, അതുപോലെ തന്നെ നമുക്ക് ഉലുവ വേണം. പിന്നെ നമ്മളെ വെണ്ടക്കപ്പുളി ആയതുകൊണ്ട് തന്നെ പുളി വേണമെന്ന് നിങ്ങൾക്കറിയാലോ, ആവശ്യത്തിനുള്ള പുളി വേണം. നമ്മളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ വെണ്ടക്കപ്പുളി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാവേ. ഗൈസ്, നമ്മളെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ആ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ഇത് വാട്ടി വരുന്നവരെ നമ്മൾ കുറച്ച് നേരം പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി വെണ്ടക്ക വാട്ടിയെടുക്കലാണ്. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഈ വെണ്ടക്ക വാടി വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ടിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ഇനിയും മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാതെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെണ്ടക്ക വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ വെണ്ടക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. അപ്പോൾ ആദ്യം നമുക്കിത് മുഴുവൻ ഒന്ന് മാറ്റി വെക്കാം. ഇതാ നമ്മുടെ വെണ്ടക്ക മുഴുവൻ അത്യാവശ്യം വാടി വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യം കാണുന്ന വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ വെണ്ടക്ക വാട്ടിയതിൻ്റെ ബാക്കിയുള്ളതാണ്. അത് കുഴപ്പമില്ല. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്നല്ല, നമ്മുടെ ഉലുവ, പറഞ്ഞു മാറിപ്പോയിട്ട് കേട്ടോ, നമ്മുടെ ഉലുവ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉലുവയും കടുകും കൂടി ആദ്യം ഒന്ന് ഇവിടെ കിടന്ന് സെറ്റാവട്ടെ. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധിക സമയമൊന്നും വേണ്ട, എന്നാലും ജസ്റ്റ് ആ ഉള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കുക. ഇനി ഇത് അത്യാവശ്യം കുറച്ച് സമയം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി വാടി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനുള്ളത്. ഉള്ളി വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഉള്ളി ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടി ഒന്ന് കിടന്ന് സെറ്റാവണം. അത് തക്കാളി നമ്മൾ ഉള്ളി വാടി കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളിയും ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ കൂടി കിടന്നത് ഈ രൂപത്തിലായിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് കഴിഞ്ഞ് നമ്മൾ ഇളക്കുന്നേരം തന്നെ ഇതുപോലെ ചെറുതായി ഒന്ന് ഉടഞ്ഞു വരും. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മുഴുവൻ മസാലകളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള എല്ലാ മസാലകളും നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എല്ലാ മസാലകളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കാം. ഈ ഇളക്കൽ നമ്മൾ ഒരു 1.5 മിനിറ്റിനടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒന്ന് ആ പച്ച മണക്കൊന്ന് പോയിട്ട് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാനുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ മസാല ഉള്ളിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ പോയിട്ട് ഏകദേശം ഈ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടക്കപ്പുളി എന്നാണ് നമ്മുടെ വിഭവത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളി വേണം. ആ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സാധാ പച്ചവെള്ളം കൂടി ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ട്, വെള്ളം കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത്യാവശ്യം നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്കും നമ്മുടെ മസാലയും എല്ലാം കൂടി ഇതിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റായി വരണം. വെണ്ടക്ക ഇതിൽ കിടന്ന് വീണ്ടും ഒന്നുകൂടി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളുള്ളത്. ഗൈസ്, നമ്മുടെ കറി അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കാവുന്നതാണ്. നമുക്ക് എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്.